ഹായ് ഗൈസ്, ഐ എം ഡോക്ടർ അജിനിഷ. ഞാനിന്ന് സംസാരിക്കുന്നത് നെഞ്ചെരിച്ചിലിനെ കുറിച്ചാണ്. അതായത് ഇപ്പൊ കൂടുതലായിട്ടും നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഒക്കെ കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് ഈ നെഞ്ചെരിച്ചിൽ. നെഞ്ചെരിച്ചിൽ എങ്ങനെയാണ് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ള ഒരു ആസിഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതാണ് ഫുഡിനെല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ സ്റ്റൊമക്കിൽ ഇത് കുറേ കാലം ഉണ്ടെങ്കിൽ സ്റ്റൊമക്കിനൊന്നും പറ്റുന്നില്ല. കാരണം സ്റ്റൊമക്കിന്റെ വോള് അതിന് വേണ്ട രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഫോം ചെയ്തിട്ട് നമ്മൾ ഏമ്പൊക്കെ ഇടുകയോ അല്ലെങ്കിൽ ബേപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ആസിഡ് വേറെ എന്തെങ്കിലുമൊക്കെ കാരണവശാല് മുകളിലോട്ട് ഈസോഫാഗസിലൂടെ അന്നനാളത്തിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആസിഡ് അന്നനാളത്തിലേക്ക് കയറുമ്പോൾ ഇതൊരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ആസിഡ് ആണല്ലോ. അത് അവിടെ അന്നനാളത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു ബേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ബേണിംഗ് എഫക്റ്റ് ആണ് നമുക്ക് നെഞ്ചെരിച്ചിലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ നെഞ്ചെരിച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഇതാണ്. പക്ഷെ ഇത് സിംറ്റാണ്. പലർക്കും പല അസുഖമായിട്ടും ഇത് രൂപാന്തരപ്പെടാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചെരിച്ചിലുണ്ട്, അത് പല അസുഖങ്ങൾ കൊണ്ടും നെഞ്ചെരിച്ചിൽ ഉണ്ടാവാറുണ്ട്. ബേണിംഗ് എഫക്റ്റിനായിട്ടാണ് നമുക്ക് നെഞ്ചെരിച്ചിൽ ഉണ്ടാവുന്നത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.